ഹായ് എവരിവൺ, വെൽക്കം ടു ട്രിപ്ലൈ ACCA ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ആൻഡ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ACCയുടെ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫീസിനെ പറ്റിയായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ACCയിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് അവരുടെ ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ വരുന്ന ഒരു കൺഫ്യൂഷനാണ് എന്താണ് ഈ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫീസ്, എന്തിനാണ് നമ്മൾ ഈ ഒരു എമൗണ്ട് അടയ്ക്കുന്നത്, ഇതിൻ്റെ ഡ്യൂ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് വരിക, അതുപോലെ തന്നെ ഈ ഒരു എമൗണ്ട് നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്ക് ഉണ്ടാകുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, ആൻഡ് ഈ ഒരു എമൗണ്ട് നമ്മൾ ഒറ്റയടയ്ക്ക് ഫുള്ളായിട്ട് അടയ്ക്കേണ്ടി വരുമോ അതോ പാർട്ടായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സ്കീംസും കാര്യങ്ങളൊക്കെ ഉണ്ടോ. മെയിനായിട്ട് ഇത്രയും ഡൗട്ട്സാണ് നമ്മൾ ചോദിച്ച് കേട്ടിട്ടുള്ളത്. സോ ഈ ഒരു ഡൗട്ട്സിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. അതിലാദ്യം തന്നെ വാട്ട് ഈസ് ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫീസ്, എന്താണ് ഈ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ACCയിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നതിൽ 3 ഡയറക്റ്റ് പേയ്മെൻറ്റ്സ് ആണ് മെയിനായിട്ട് പറയുക. അതിൽ ആദ്യത്തെ പേയ്മെൻ്റ് ആണ് രജിസ്ട്രേഷൻ ഫീസ്. രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ACCA സ്റ്റുഡൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടക്കേണ്ട ഫീസാണ് രജിസ്ട്രേഷൻ ഫീസ്. പിന്നെ എക്സാം ഫീസ്, നമ്മൾ എക്സാം ബുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ അടയ്ക്കുന്ന ഫീസാണ് എക്സാം ഫീസ്. ആൻഡ് മെയിനായിട്ട് മൂന്നാമത് വരുന്ന ഫീ ആണ് ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫീസ്. ഈ ഫീസ് എല്ലാ കൊല്ലവും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ACCA ബോഡിയിലേക്ക് അടയ്ക്കേണ്ടി വരും. ആൻഡ് ഈ ഒരു എമൗണ്ട് നമ്മൾ അടയ്ക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാറ്റസ് ACCയുമായിട്ടുള്ള ACCA ബോർഡിലുള്ള നമ്മുടെ സ്റ്റാറ്റസ് ആക്ടിവേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എമൗണ്ട് നമ്മൾ അടയ്ക്കുന്നത്. ആൻഡ് ഈ ഒരു എമൗണ്ട് സ്റ്റുഡൻ്റ് ആണെങ്കിലും അഫിലിയേറ്റ് ആണെങ്കിലും മെമ്പർ ആണെങ്കിലും അടയ്ക്കേണ്ടി വരും. ആൻഡ് ഇവർക്ക് 3 പേർക്കും സെയിം എമൗണ്ട് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. സ്റ്റുഡൻറ്റിനേക്കാളും കുറച്ചുകൂടെ കൂടിയ എമൗണ്ട് ആയിരിക്കും അഫിലിയേറ്റിനേക്കാളും കുറച്ചുകൂടെ കൂടിയ എമൗണ്ട് ആയിരിക്കും മെമ്പറിന്. എങ്ങനെയാണെങ്കിലും 3 പേരും ഈ എമൗണ്ട് അടച്ച് അവരുടെ ACCയുമായിട്ടുള്ള സ്റ്റാറ്റസ് ആക്റ്റീവായിട്ട് വെച്ചാൽ മാത്രമേ പിന്നീട് നമുക്ക് അതിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് എല്ലാം കിട്ടത്തുള്ളൂ. പിന്നെ മെയിനായിട്ട് എന്തിനാണ് നമ്മൾ ഈ ഒരു എമൗണ്ട് അടയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസ് ആക്റ്റീവായിട്ട് വെക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു എമൗണ്ട് അടച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ACCയുടെ റിസോഴ്സസും സപ്പോർട്ടും സർവീസസും കിട്ടണമെങ്കിൽ ഈ ഒരു എമൗണ്ട് അടച്ച് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടാവണം. പിന്നെ നമ്മുടെ പ്രൊഫൈൽ അപ് ടു ഡേറ്റ് ആയിട്ട്, നമ്മുടെ ACCA ബോർഡിൽ നമ്മുടെ പ്രൊഫൈൽ അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എമൗണ്ട് നമ്മൾ അടച്ചിട്ടുണ്ടാവണം. ആൻഡ് മെയിനായിട്ട് നമ്മൾ എക്സാം രജിസ്റ്റർ ചെയ്യണമെങ്കിലും ഈ ഒരു എമൗണ്ട് അടച്ച് നമ്മൾ കീപ്പപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. പിന്നെ ഈ ഒരു എമൗണ്ട് അടച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീട് വരുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അതായത് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവായിട്ട് നമുക്ക് പിന്നീട് വെക്കാൻ പറ്റില്ല. അവരെന്ത് ചെയ്യും, അത് ഡീആക്ടിവേറ്റ് ആക്കി കളയും. അതുപോലെ തന്നെ നമുക്ക് എക്സാം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മളിത് ആക്ടിവേറ്റ് ആയിട്ട് വെച്ചിട്ട് തന്നെ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഈ ഒരു എമൗണ്ട് അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അങ്ങോട്ട് എക്സാം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ACCയുടെ റിസോഴ്സസിനുള്ള ആക്സസ് നമുക്ക് ഡിനൈ ചെയ്യപ്പെടും. അപ്പോൾ ACCയുടെ റിസോഴ്സസ് വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ നമ്മുടെ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ACCയുടെ സ്റ്റഡി ഹബിൽ അതിൻ്റെ സ്റ്റഡി ടെക്സ്റ്റും ക്വസ്റ്റ്യൻ പ്രാക്ടീസും ഫ്ലാഷ് കാർഡ്സും ക്വിസസും ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് മെയിനായിട്ട് ഒരു ACCA സ്റ്റുഡൻറ്റ് അവരുടെ സ്റ്റഡീസ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഇതിനുള്ള ആക്സസ് നമ്മൾ ഈ ഒരു എമൗണ്ട് അടച്ചിട്ടില്ലെങ്കിൽ ഡിനൈ ചെയ്യും. പിന്നെ മെയിനായിട്ട് ഒരു ACCA മെമ്പറിന് അവരുടെ പേരിൻ്റെ കൂടെ പിന്നീട് ACCA എന്ന് ചേർക്കാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു എമൗണ്ട് അടച്ചിട്ടില്ലെങ്കിൽ അവരുടെ പേരിൻ്റെ കൂടെ അവർക്ക് ACCA എന്നുള്ള വേർഡ്സ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നീട് മെയിനായിട്ട് വരുന്നത് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, അബ്രോഡൊക്കെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അബ്രോഡൊക്കെ സൈനിങ് അതോറിറ്റി വേണമെങ്കിൽ അല്ലെങ്കിൽ സൈനിങ് അതോറിറ്റി കീപ്പപ്പ് ചെയ്ത് പോകണമെങ്കിൽ ഈ ഒരു എമൗണ്ട് നമ്മൾ അടച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഈ ഒരു എമൗണ്ട് അടയ്ക്കാണ്ട്, സബ്സ്ക്രിപ്ഷൻ ഫീസ് അടയ്ക്കാണ്ട് നമുക്ക് നമ്മുടെ അബ്രോഡ് കൺട്രീസിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, സൈനിങ് അതോറിറ്റി അല്ലെങ്കിൽ സൈനിങ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു ഡൗട്ടാണ് എപ്പോഴാണ് ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ എപ്പോഴാണ് ഇതിൻ്റെ എമൗണ്ട് ഒക്കെ അടയ്ക്കേണ്ടി വരിക. അപ്പം നമ്മുടെ ACCയുടെ സബ്സ്ക്രിപ്ഷൻ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്യൂ ഡേറ്റ് വരുന്നത് January 1 അതിനുള്ളിൽ ഈ പേയ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. ആൻഡ് മെയിൻലി January 1 ചെയ്തിട്ടില്ലെങ്കിലും കുറച്ച് നാളൊക്കെ ACCA നമുക്ക് ഇളവ് തരുന്നുണ്ട്. അതിനുള്ളിൽ ആ പേയ്മെൻറ്റ് ചെയ്താൽ മതി. ബട്ട് നമ്മൾ ഒത്തിരി ലേറ്റ് ആക്കുകയാണെങ്കിൽ പിന്നീട് അതിന് ഫൈൻ കയറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ എമൗണ്ട് കൊടുക്കേണ്ടിയും വരും. അതുപോലെ തന്നെ നമ്മളെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയി പോകാനും പിന്നീടുള്ള കോൺസിക്വൻസസ് നമ്മൾ അനുഭവിക്കേണ്ടിയും വരും. സോ അപ് ടു ഡേറ്റ് ആയിട്ട് ആ എമൗണ്ട് കീപ്പപ്പ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ആ സ്റ്റാറ്റസ് ആക്റ്റീവായിട്ട് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആൻഡ് ഈ ഒരു പേയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള റിമൈൻഡേഴ്സ് നവംബർ മാസം തൊട്ട് അവർ തന്നുകൊണ്ടിരിക്കും. നവംബർ മാസം തൊട്ട് നമ്മുടെ ഇമെയിലിൽ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ള റിമൈൻഡർ വരും. ആൻഡ് ആ ഒരു പേയ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും അവർ റിമൈൻഡേഴ്സ് അയച്ചുകൊണ്ടിരിക്കും. ആൻഡ് എന്നിട്ടും നമ്മൾ ആ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോഴാണ് അവർ നമ്മുടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആക്കുകയും പിന്നീടുള്ള കോൺസിക്വൻസ് നമ്മൾ അനുഭവിക്കേണ്ടിയും വരിക. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ വൃത്തിക്ക് ആ ഒരു എമൗണ്ട് സെറ്റിൽ ചെയ്ത് വെക്കുന്നതാണ് ആസ് ആൻ ACCA സ്റ്റുഡൻറ്റ് ആണെങ്കിലും അഫിലിയേറ്റ് ആണെങ്കിലും മെമ്പർ ആണെങ്കിലും നല്ലത്.
പിന്നെ എത്രയൊക്കെയാണ് ഈ ഒരു എമൗണ്ട് വരുന്നത്, ഐ മീൻ എത്ര എമൗണ്ട് ആണ് നമ്മൾ സബ്സ്ക്രിപ്ഷനായിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. ആൻഡ് അത് ഡിപ്പെൻസ് ആണ്, ഓരോ ഇയറിൽ അത് ചേഞ്ച് ചെയ്യും. ആൻഡ് ഓരോ കൺട്രി അല്ലെങ്കിൽ റീജിയൻ വൈസും അത് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് കറൻ്റ്ലി ഇന്ത്യയിൽ പറയുന്നത് സ്റ്റുഡൻ്റ് ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി £140, അതുപോലെ തന്നെ ഒരു അഫിലിയേറ്റ് ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി £163, ആൻഡ് ഒരു മെമ്പർ ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി £326 ആണ് പറയുന്നത്. ആൻഡ് ഈ ഒരു പേയ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കറക്റ്റ് ഡ്യൂ ഡേറ്റിൽ ചെയ്യണം എന്നാണ് ACCA നിർദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഒരു പേയ്മെൻറ്റ് നമ്മുടെ എല്ലാ കാർഡും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് പറ്റത്തില്ല. അതിന് ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലെ സാധാ കാർഡ്സ് അല്ലെങ്കിൽ എല്ലാ ബാങ്കിങ് കാർഡ്സ് വെച്ചിട്ടും എല്ലാ ഡെബിറ്റ് കാർഡ്സും ക്രെഡിറ്റ് കാർഡ്സ് വെച്ചിട്ടും ഈ ഒരു എമൗണ്ട് നമുക്ക് അടയ്ക്കാൻ വേണ്ടി പറ്റില്ല. സോ എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ടുള്ള ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഫാമിലിയിലോ ഫ്രണ്ട്സിൻ്റെയോ അടുത്തുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഈ ഒരു എമൗണ്ട്. കാരണം ഇത് ഫോറിൻ എക്സ്ചേഞ്ചിൽ വരുന്ന എമൗണ്ട് ആണ്, ഫോറിൻ പേയ്മെൻറ്റ് ആണ്. സോ ആ ഒരു എമൗണ്ട് അങ്ങനെ അടയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ കറക്റ്റ് ഈ പൗണ്ട്സിൻ്റെ വാല്യൂ മാത്രമായിരിക്കില്ല, ഒരു എക്സ്ട്രാ റേറ്റ്, അതായത് ഫോറക്സ് റേറ്റ് വരുന്നത് കൊണ്ട് എന്തെങ്കിലും അഡീഷണൽ ഫീ, ബാങ്കിങ് ചാർജസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു പേയ്മെൻറ്റിൻ്റെ കൂടെ കൊടുക്കേണ്ടി വരും. പിന്നീട് വരുന്ന ഒരു മെയിൻ ഡൗട്ടാണ് പാർട്ട് പേയ്മെൻറ്റ് പോസിബിൾ ആണോ, അതായത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഈ ഒരു എമൗണ്ട് അടയ്ക്കുന്നത് പോസിബിൾ ആണോ. അതിനുള്ള ആൻസർ അത് പോസിബിൾ ആണ്. ആൻഡ് നമുക്ക് ആ ഒരു ഫസ്റ്റ് സമയത്ത് അല്ലെങ്കിൽ ജനുവരി 1 ആദ്യത്തെ ഒരു എമൗണ്ട് അടയ്ക്കാം. ആൻഡ് പിന്നീട് 31 മാർച്ചിനുള്ളിൽ ബാക്കിയുള്ള പേയ്മെൻറ്റ്സ് കംപ്ലീറ്റ് ആക്കിയാൽ മതി. അത് എത്ര ഇൻസ്റ്റാൾമെൻറ്റ് വരെ പോകാമെന്നോ അല്ലെങ്കിൽ എത്ര ലിമിറ്റ് ഉണ്ടെന്നോ ഇത്ര അടയ്ക്കാൻ പാടുള്ളൂ എന്നോ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. എത്ര എമൗണ്ട് ആണെങ്കിലും എത്ര ഇൻസ്റ്റാൾമെൻറ്റ് എടുത്തിട്ടാണെങ്കിലും 31 മാർച്ചിനുള്ളിൽ ആ ഒരു എമൗണ്ട് മൊത്തം നമ്മൾ അടച്ചു തീർത്താൽ മതി. പിന്നെ ഒറ്റയടിക്ക് നമുക്ക് ജനുവരി തന്നെ ഒരു എമൗണ്ട് അടയ്ക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ല എന്നാണെങ്കിൽ ഒരു ജെന്യുവിൻ റീസൺ ഉണ്ടെങ്കിൽ, ഒരു ഫിനാൻഷ്യൽ ഡിസ്ട്രസ്സിലാണ് നമ്മളെന്നുള്ളൊരു ജെന്യുവിൻ റീസൺ ഉണ്ടെങ്കിൽ ACCAക്ക് മെയിൽ അയച്ചാൽ മതി. അപ്പോൾ അവർ കുറച്ച് നാൾ നീട്ടി തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതായത് നമ്മൾ ജനുവരി തന്നെ അത്ര നിർബന്ധിച്ച് നമ്മൾ ആ പൈസ അടയ്ക്കേണ്ട, കുറച്ച് കാലാവധി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി തരും, ആ ഒരു എമൗണ്ട് അടയ്ക്കാൻ വേണ്ടി തരും. സോ ജെന്യുവൻ ആയിട്ടുള്ള ഒരു റീസൺ വെച്ചിട്ട് ACCAക്ക് എന്ത് ചെയ്താൽ മതി, മെയിൽ ചെയ്താൽ മതി. അത് ജെന്യുവൻ ആണെങ്കിൽ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് നമ്മൾ ജനുവരി തന്നെ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മെയിൻ ഡൗട്ട്സ് ആയിട്ട് പറഞ്ഞുള്ളത്. ഇനി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ആസ്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് ഈ പേയ്മെൻറ്റ് അടയ്ക്കുന്നതെന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിനും അക്കൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ ഒരു പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയത്തുണ്ടാവില്ല. സോ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു പോർഷൻ ഉള്ളത്. നമ്മൾ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ നോക്കുവാണ്. അപ്പം നമ്മൾ അക്കൗണ്ടിൽ നമ്മൾ കയറി നമുക്കിവിടെ കാണാം ഫീസ് ആൻഡ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. അതിൽ ഫീസ് ആൻഡ് ട്രാൻസാക്ഷൻസ് എടുത്ത് അതിൽ ഇവിടെ വ്യൂ നൗ നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ പേയ്മെൻറ്റിൻ്റെ ഇതുള്ളതെന്നുള്ളത് ഇവിടെ നമുക്ക് നോക്കിയാൽ കിട്ടും. വ്യൂ നൗ കൊടുക്കുമ്പം ഇതാണ് പേയ്മെൻറ്റ്സ് വരുന്നത്. ഇതിൽ ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത് ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫീസാണ്. ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫീസ് അത് നമ്മൾ അടയ്ക്കണമെങ്കിൽ ആദ്യം ഇവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് പേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ആൻഡ് ഇവിടെ നോക്കിയാൽ കാണാം £140 ആണ് എമൗണ്ട് വരുന്നത്. ആൻഡ് ഇനി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഒരു എമൗണ്ട് ഫുള്ള് നമ്മൾ അടയ്ക്കുവാണെങ്കിൽ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് ഒരു പേയ്മെൻറ്റ് ചെയ്താൽ മതി. ആൻഡ് ഇവിടെ നമുക്ക് നോക്കാം കാർഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മുടെ കാർഡ്സ് ഏതാണോ അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ നമ്പറൊക്കെ കൊടുത്ത് ആ ഒരു പേയ്മെൻറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് നോർമൽ കേസിൽ ആ ഒരു ഫുൾ എമൗണ്ട് നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ വരുന്ന സിറ്റുവേഷൻ. ആൻഡ് ചില സമയത്ത് നമ്മൾ ഈ ഫുൾ എമൗണ്ട് അല്ല, നേരത്തെ പറഞ്ഞ പോലെ പാർട്ട് പേയ്മെൻറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ആ പേയ്മെൻറ്റ് വരുന്നതെന്നും കൂടെ നോക്കാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ £140 എന്ന് പറഞ്ഞ എമൗണ്ട് ആണ് പേയ്മെൻറ്റ് എമൗണ്ട് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത്. അത് മാറ്റിയിട്ട് എത്രയാണോ നിങ്ങൾ ഈ ഒരു പ്രാവശ്യം എമൗണ്ട് അടയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട് വെച്ച് കൊടുക്കുക. ഇപ്പം എക്സാമ്പിളിന് ഞാനൊരു £100 ഇപ്രാവശ്യം അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ £100 കൊടുത്തിട്ട് ഇവിടെ റീകാൽക്കുലേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ താഴെ അവർ എമൗണ്ട് കാണിക്കും. അക്കൗണ്ട് ബാലൻസ് 140, ടോട്ടൽ പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത് 100, ബാലൻസ് ഡ്യൂ ആയിട്ടുള്ളത് 40. ആൻഡ് ഈ ഒരു കാൽക്കുലേഷൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് പേ കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ആ £100 മാത്രം അടച്ചാൽ മതി. ബാക്കിയുള്ളത് അടുത്ത സിറ്റിങ്ങിൽ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അടയ്ക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നേരത്തെ പോലെ തന്നെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, ആ ഒരു എമൗണ്ട് അടയ്ക്കുക. ഇങ്ങനെയാണ് ACCAയുടെ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ടാവുക. ആൻഡ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് എന്തെങ്കിലും ക്വറീസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ആൻഡ്
ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.